സ്വർഗത്തിലിരുന്നോണ്ട് എല്ലാം മുൻകൂട്ടി അറിയാനുള്ള കഴിവുണ്ടാവുമല്ലോ നിനക്ക്. നിനക്കറിയുമെങ്കിൽ എന്നോട് പറയൊന്നും വേണ്ട കേട്ടോ. നേരത്തെ അറിഞ്ഞ അത്രയും നേരത്തെ ഞാൻ കരയേണ്ടി വരില്ലേ? അതുകൊണ്ട് നീ അതെല്ലാം മനസ്സിൽ തന്നെ വെച്ചാ മതി. ഇതൊരു എഴുത്താണല്ലോ. ഇതെങ്ങനെ ഇതിനകത്ത് വന്നു? ആരോ ഇതിനകത്ത് ഒളിപ്പിച്ചു വെച്ചതാന്നാ തോന്നുന്നു. ഇത് ഒളിപ്പിച്ചു വെക്കുന്ന നല്ലത്. ജാസ്മിന്റെ ചേട്ടത്തിയമ്മയായ ജയെ നീ എങ്ങനെ അറിഞ്ഞു? നിനക്കിത് എവിടെ നിന്ന് കിട്ടി? ഇതെങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എത്തിച്ചു? അങ്ങനെ 100 ചോദ്യങ്ങൾ ഉണ്ടാവും. നീ എവിടെ പോയതായിരുന്നു? വിശാൽ സാറ് കുറെ നേരമായിട്ട് നിന്നെ അന്വേഷിക്കുന്നു. വിശാൽ സാർ എന്നെ അന്വേഷിക്കുന്നോ? എന്തിനാ? എനിക്കങ്ങനെ അറിയാം. ആരോടും പറയാതെ പോയതിന് എന്നെ വഴക്കു പറയാനായിരിക്കോ? വിശാൽ സാറ് എന്നെ അന്വേഷിക്കുന്നുണ്ടെന്ന് സരളേച്ചി പറഞ്ഞല്ലോ. വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ എന്തായി? ക്ഷണിക്കാനുള്ളവരെയൊക്കെ ക്ഷണിച്ചോ? എന്റെ വിവാഹം നീ മുന്നിട്ടിറങ്ങി നടത്തി തരുമെന്നല്ലേ നീ വാക്ക് തന്നത്? ആ സ്ഥിതിക്ക് മണ്ഡപം ബുക്ക് ചെയ്യലും ആൾക്കാരെ ക്ഷണിക്കലും ഒക്കെ നിന്റെ ഉത്തരവാദിത്വത്തിലായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയി? CI അരവിന്ദിനെ ക്ഷണിക്കാൻ നീ മറക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അയാളെ ക്ഷണിക്കണ്ടെന്നാ എന്റെ അഭിപ്രായം. കാരണം എന്റെ വിവാഹ സദ്യ അയാൾക്ക് ദഹിക്കില്ല. വിശാൽ സാറിന് എന്നോട് പ്രധാനപ്പെട്ട എന്തോ പറയാനുണ്ട്. അതിന് ഒരു മുഖവരിയുടെ ആവശ്യമില്ല സാർ. അരവിന്ദന്റെ കോളുണ്ടായിരുന്നു. എന്നെ അറിയിക്കാതെ നീ അയാളെ കാണാൻ പോയത് എന്തിനാണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. എന്നോട് പറയാൻ പാടില്ലാത്ത എന്തെങ്കിലും രഹസ്യങ്ങൾ നിന്റെ മനസ്സിലുണ്ടാവും. അത് അയാളെ അറിയിക്കാൻ പോയതായിരിക്കും നീ. അയാള് നിനക്കൊരു ഏട്ടനെ പോലെയാണല്ലോ. അയാളൊരു പോലീസ് ഓഫീസറുമാണ്. എന്നോട് തുറന്നു പറയാൻ നിനക്ക് മടിയുള്ള സ്ഥിതിക്ക് ഞാനത് ചോദിച്ചാൽ അത് മര്യാദകേടാവും. വിശാൽ സർ, അത് പേടിക്കണ്ട. ഞാൻ നിന്നെ ചോദ്യം ചെയ്യുകയോ കുറ്റപ്പെടുത്തുന്നതോ ഒന്നുമല്ല. അരവിന്ദൻ ഫോണിൽ എന്താ പറഞ്ഞതെന്ന് നിനക്കറിയണ്ടേ? അത് പറയാന് ഞാൻ നിന്നെ ഇപ്പം വിളിപ്പിച്ചത്. ഞാൻ സ്വാർത്ഥനാണെന്ന്. എന്റെ ഈ മുഖേ പൊയ് മുഖമാണെന്ന്. അയ്യോ, നിന്നെ ഞാൻ എന്റെ കാറിൽ കയറ്റിക്കൊണ്ട് പോയത്
നീ ഇവിടുത്തെ ജോലിക്കാരിയാണെന്ന് നാട്ടുകാരറിയാതിരിക്കാനുള്ള എന്റെ സൂത്രമാണെന്ന്. വിശാൽ സർ, ഞാൻ അങ്ങനെയൊന്നും അരവിന്ദൻ സാറിനോട് പറഞ്ഞിട്ടില്ല. വിശാൽ സാറിന്റെ വിവാഹമാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വിശാൽ സാറ് എന്നെ വെറുതെ തെറ്റിദ്ധരിക്കുന്നതാ. സാറിനെ ഞാൻ ഒരിടത്തും കുറ്റക്കാരനാക്കിയിട്ടില്ല. അല്ല, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അയാളോട് നീ അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. അയാൾക്ക് തോന്നിയത് അയാൾ പറഞ്ഞു. പിന്നെ അയാൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഞാൻ പുതിയ ഭാര്യയോടത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നീ എന്നോട് കാണിക്കുന്ന ഔദാര്യമാണെന്ന്. അയ്യോ സാർ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല. എനിക്ക് നിന്നോട് 2 ചോദ്യങ്ങളാ ചോദിക്കാനുള്ളത്. ആ 2 ചോദ്യങ്ങൾക്കും നീ സത്യസന്ധമായി മറുപടി പറയണം. ജാസ്മിന്റെ കൂടെയുള്ള എന്റെ ജീവിതം സന്തോഷകരമായിരിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് മറുപടി വേണം. അങ്ങനെ ചോദിച്ചാ സത്യം മാത്രമല്ലേ ഞാൻ പറയാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, സത്യസന്ധമായ മറുപടിയാ എനിക്ക് വേണ്ടത്. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള മറുപടി ആവരുത്. സന്തോഷമുള്ള ഒരു കുടുംബജീവിതം സാറിന് ലഭിക്കണമെന്നാ എന്റെ ആഗ്രഹം. പക്ഷേ സാറ് ജാസ്മിനെ വിവാഹം ചെയ്യുന്നതിൽ എനിക്ക് നല്ല പേടിയുണ്ട്. ഇനി എനിക്ക് പിന്തിരിയാൻ കഴിയില്ലല്ലോ. ഇനി രണ്ടാമത്തെ ചോദ്യം, നിനക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വെറും ഇഷ്ടമല്ല. വിവാഹത്തിന് ശേഷമുള്ള പ്രണയത്തെക്കുറിച്ച് ഗാർഗി നിന്നോട് ചോദിക്കുന്നതും നീ അതിനൊക്കെ മറുപടി പറയുന്നതും ഞാൻ കേട്ടു. നിനക്ക് എന്നോട് പ്രണയമുണ്ടോ? പറയ് പാർവതി, നിനക്ക് എന്നോട് പ്രണയമുണ്ടോ? ക്ഷേത്രത്തില് വലിയ നടവരവൊന്നുമില്ല. ഉദിയന്നൂരമ്മ ഇരുട്ടിലാക്കാൻ മനസ്സ് വരാത്തതുകൊണ്ട് അടിച്ചു തളിച്ച് വിളക്ക് തെളിക്കുന്നു മാത്രം.
പിന്നെ അംബിക അച്ചാറുണ്ടാക്കി ചുറ്റുവട്ടത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കും. കിട്ടുന്നത് കൊണ്ട് തട്ടിയും മുട്ടിയും ഒക്കെ കഴിഞ്ഞുകൂടുന്ന ഒരു കുടുംബമായത്. തിരുമേനി പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായി. സ്ത്രീധനമായിട്ട് ഞങ്ങൾ ഒന്നും ചോദിക്കില്ല. തിരുമേനിയുടെ കൊച്ചുമോളെ ഞങ്ങളുടെ മോന് കൈപിടിച്ചു കൊടുത്താൽ മാത്രം മതി. ഇവിടുത്തെ എവിടെ പോയി കിടക്കുന്നുണ്ടോ? കിടക്കപ്പോയി എണീറ്റ് ഒറ്റ പോക്ക. കുട്ടി എവിടെ? ക്ഷേത്രത്തിൽ പോയിരിക്ക. ഓ, അടിച്ചു തളിക്കാനും തിടപ്പള്ളിയിലൊക്കെ അച്ഛനെ സഹായിക്കുന്നതോ അവിടെ. വേഗം പോയി ചായ എടുക്ക്. എനിക്ക് ചായ ഒന്നും വേണ്ട. സുരഭിയുടെ വീട്ടിൽ നിന്ന് ഞാൻ പാലപ്പവും ചായയും കഴിച്ചു. നിനക്കല്ല, പിന്നെ നിന്നെ കാണാൻ വന്നതാ. എന്നെ പെണ്ണ് കാണാൻ വന്നതാണോ? സർക്കാർ ജോലിയാ, സ്ത്രീധനൊന്നും വേണ്ട. വേഗം പോയി കൈ മോവൊക്കെ കഴുക. ഞാൻ ചായയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് എടുത്തോണ്ട് വാ ഇങ്ങോട്ട്. ചെല്ല്. കുറച്ച് കൃഷിയുണ്ട്. ചെറുമാവ് അമ്പലത്തിനടുത്ത് 4 മുറി കടയുണ്ട്. വാടകയ്ക്ക് കൊടുത്തിരിക്കുക. പിന്നെ താമസത്തിനൊരു വീടും ചുറ്റും 1.5 ഏക്കർ സ്ഥലവും ഉണ്ട്. അങ്ങോട്ട് കൊടുക്ക്. അങ്ങോട്ട് കൊടുക്കുമോളെ. അവിടെ എന്താ പേര്? അഭിഷേക്. സർക്കാർ ജോലിയല്ലേ? ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലാ. ശമ്പളം എന്ത് കിട്ടും? ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു രീതിയെ ആവശ്യത്തിനുള്ള ശമ്പളമൊക്കെ ഉണ്ടാവും മോളെ. ആവശ്യത്തിനുള്ള ശമ്പളോ? അത് പോരല്ലോ മുത്തശ്ശ. എന്നെ കല്യാണം കഴിക്കണമെങ്കിലേ കാർ ഉണ്ടാവണം. ചെറിയ കാറൊന്നും പോരാ, വലിയ കാറ് തന്നെ വേണം. ബംഗ്ലാവ് പോലത്തെ വീട് വേണം. നിറയെ കാശും വേണം. അതൊക്കെ ഉണ്ടോ ഇയാളുടെ കയ്യില്? പല്ലവി, പല്ലവിയെ കെട്ടാൻ വന്നിരിക്കുന്നു. ഒന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടോ? മോനെ എഴുന്നേൽക്കടാ. തിരുമേനിയുടെ കൊച്ചുമകളായതുകൊണ്ട് അടക്കവും ഒതുക്കവും സ്വഭാവ ഗുണവും ഉണ്ടാവുന്ന ഞങ്ങൾ കരുതിയത്. തല നിറയെ അഹങ്കാരമായിട്ട് നടക്കണമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. നിന്നെ കെട്ടാനേ വലിയ കാറിൽ ആള് വരും. ബിർലയുടെ കൊച്ചുമോൻ. കാത്തിരുന്നോ നീ? തിരുമേനി, ഇവളുടെ കല്യാണം നടക്കാൻ പോകുന്നില്ല. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ആ കാണാം. ആ കാണാം. ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? പോണം ഇങ്ങോട്ട്. വാ മോനെ. എടി അസത്തെ, എന്തടി നീ കാണിച്ചേ? ഒറ്റ വാക്കിൽ ഉത്തരം നൽകാൻ കഴിയുന്ന വളരെ നിസ്സാരമായൊരു ചോദ്യമല്ലേ ഞാൻ നിന്നോട് ചോദിച്ചത്. നീ എന്നെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയ. ഇനിയിപ്പോ പ്രണയിക്കുന്നില്ലെങ്കിൽ അത് പറയ.
പാർവതി, നിന്നോടാ ഞാൻ ചോദിക്കുന്നത്. നിനക്കെന്നെ ഇഷ്ടമല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പോ ഇഷ്ടമാണ്. എന്നോട് പ്രണയമാണ് നിനക്ക്. അങ്ങനെയും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇനിയെങ്കിലും പറയ. യെസ് ആണെങ്കിലും നോ ആണെങ്കിലും എനിക്കൊരു ഉത്തരം വേണം. പറയ. പ്രണയമുണ്ട്. ദൈവത്തിൽ നമ്മൾ പൂർണ്ണമായും തന്നെ സമർപ്പിക്കുന്നതിന് പ്രണയഭക്തി എന്ന് പറയാ. എന്റെ ദൈവോ വിശാൽ സാർ. ഞാൻ ഈ ദൈവത്തിൽ സ്വയം സമർപ്പിച്ച ഭക്തിയും ആ അർത്ഥത്തിൽ എനിക്ക് വിശാൽ സാറിനോട് പ്രണയമാണ്. വിശാല ദൈവമല്ല, നീ പാർവതി ദേവിയുമല്ല. രണ്ടും മനുഷ്യന്മാര് മാത്രമാണ് നമ്മള്. നിനക്ക് എന്നോട് ഭക്തി തോന്നുന്നതിൽ ഒരർത്ഥമില്ല. ഇഷ്ടമോ ഇഷ്ടക്കേടോ തോന്നാം. എന്നെ വിട്, എനിക്ക് പോണം. എവിടേക്ക്? എവിടേക്കാ നിനക്ക് പോകേണ്ടത്? എന്റെ ഈ കൈ വിടിവിച്ച് നിനക്ക് എങ്ങോട്ടാ ഓടിപ്പോകേണ്ടത്? നിനക്ക് സന്തോഷവും സമാധാനവും കിട്ടുന്ന ഒരു സ്ഥലം നീ എനിക്ക് പറഞ്ഞു തന്ന നിന്നെ ഞാൻ പോകാൻ അനുവദിക്കാം. ഇനിയും ചില ചോദ്യങ്ങളും കൂടിയുണ്ട് എനിക്ക് നിന്നോട് ചോദിക്കാൻ. അലങ്കരിച്ച ഒരു കതിർ മണ്ഡപം, വരന്റെ വേഷത്തിൽ ഞാൻ, എന്റെ തൊട്ടടുത്ത് നവവധുവായി അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്ന ജാസ്മിൻ. ആ കാഴ്ച നിനക്ക് സന്തോഷത്തോടെ കണ്ടു നിൽക്കാൻ കഴിയോ? എന്റെ റൂം മണിയറയായി അലങ്കരിച്ചിട്ടുണ്ടാവും. കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായി എന്റെ അരികിലേക്ക് വരുന്ന ജാസ്മിൻ. ആ കാഴ്ച നിനക്ക് സന്തോഷത്തോടെ കണ്ടു നിൽക്കാൻ കഴിയോ? നീ എന്തിനാ കരയുന്നേ? അത് കരച്ചിൽ വന്നിട്ട്. എന്തുകൊണ്ടാ കരച്ചിൽ വന്നത്? എനിക്കറിയില്ല, എനിക്ക് പോണം. എന്റെ ചോദ്യങ്ങൾ തീർന്നില്ല. നിന്റെ അനിയത്തി ഇവിടെ വന്നപ്പോഴേ എന്തായിരുന്നു നിന്റെ പെർഫോമൻസ്? അമ്മയോട് പോലെ നീ ഒച്ച വച്ചു, അച്ഛനോട് പോലെ നീ തറുതല പറഞ്ഞു. നീയാണ് ഈ വീട്ടിലെ മരുമകളെന്ന് ജാസ്മിന്റെ മുഖത്ത് നോക്കി നീ ധൈര്യത്തോടെ പറഞ്ഞു. എന്റെ ചോദ്യം ഇതാണ്, ഈ വീട്ടിലെ മരുമകൾ ആരാണ്?